അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അന്നദാനത്തിന്റെ 400ാമത് സ്നേഹവിരുന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്നു. താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി 2018 മുതലാണ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാനം ആരംഭിച്ചത്. ഇതുകൂടാതെ ചികിത്സാ സഹായം, പഠന സഹായം തുടങ്ങി നിരവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. സഹായം എത്തിക്കുന്നതിനായി അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയെ 9961024365 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അന്നദാനത്തിന്റെ 400ാമത് സ്നേഹവിരുന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്നു. താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വേണ്ടി 2018 മുതലാണ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാനം ആരംഭിച്ചത്. 400ാമത് അന്നദാനത്തിൽ അടിമാലി വിവേകാനന്ദ സ്കൂൾ പ്രിൻസിപ്പൽ ലിസ ജോയി, സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിലൊന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഭക്ഷണ വിതരണം. 400ാമത് അന്നദാനത്തിലെത്തി നിൽക്കുമ്പോൾ സഹകരിച്ചവർക്കുള്ള നന്ദിയും സന്തോഷവും രക്ഷാധികാരി ഡോക്ടർ NV സത്യബാബു പങ്കുവച്ചു. അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 400ാമത് അന്നദാനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായിട്ട് 2018 അന്നദാന സേവനം തുടങ്ങിയ അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയോട് സഹകരിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ 400ാമത്തെ ഈ ദിനം വളരെ സന്തോഷത്തോടുകൂടി അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ ഭാരവാഹികളും ഇവിടെ എത്തിച്ചേർന്ന് നിർവഹിക്കുന്നതാണ്. വിശപ്പുരഹിത അടിമാലി എന്ന പദ്ധതി 2018 ആവിഷ്കരിച്ച് നിർധന കുടുംബങ്ങളിലേക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചു നൽകുവാനും നിരാലംബരായ രോഗികൾക്ക് മരുന്നുകൾ എത്തിച്ചു നൽകുന്നതടക്കമുള്ള സേവന പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ച് 2018 അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. 2015 മുതൽ അടിമാലിയിലെ വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് രോഗികൾക്ക് രക്തം അറേഞ്ച് ചെയ്ത് നൽകി വന്നിരുന്ന അടിമാലി ബ്ലഡ് ഡൊണേഴ്സ് എന്ന കൂട്ടായ്മ സംഘടിപ്പിച്ച് പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു കൂട്ടം യുവാക്കളാണ് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിക്ക് തുടക്കം കുറിച്ചത്. ഏറ്റവും അധികം രക്തം അറേഞ്ച് ചെയ്തു നൽകിയതിന് 2024 കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന്റെ പുരസ്കാരം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് ലഭിച്ചു. 2018 പ്രളയത്തിന് ശേഷം നവംബർ മാസത്തിൽ ആശുപത്രിയിൽ ഭക്ഷണ വിതരണം ആരംഭിച്ചു. വയനാട് ദുരന്തത്തിന്റെ ഭാഗമായി അടിമാലി കേന്ദ്രീകരിച്ച വ്യാപാരികളുടെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ കളക്ഷൻ പോയിന്റ് സ്ഥാപിക്കുകയും വയനാടിന് 2 ലോറികളിൽ സഹായം എത്തിച്ചു നൽകുകയും ചെയ്തു. ചികിത്സാ ധനസഹായം നൽകി വരുന്നു. നിർധന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുകയും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ അവശ്യ സാധനങ്ങളും നൽകി വരുന്നു. അടിമാലിയിലെ പല വ്യാപാര പ്രമുഖരും ജനപ്രതിനിധികളും വിശപ്പുരഹിത അടിമാലി പദ്ധതിയുടെ ഭാഗമാണ്. ഇതുകൂടാതെ മാസം തോറും 200 രൂപ, 300 രൂപ, 500 രൂപ നിരക്കിൽ നിരവധി ആളുകൾ പങ്കാളികളായ സ്വാതന്ത്ര്യം ചികിത്സാ ധനസഹായ പദ്ധതി നിലവിലുണ്ട്. രക്ഷാധികാരി ഡോക്ടർ NV സത്യബാബു, പ്രസിഡന്റായി മനു കൂറുമുള്ളിൽ, സെക്രട്ടറി KN സഹജൻ, വൈസ് പ്രസിഡന്റ് സജീവ് ജോസഫ്, ട്രഷറർ ഷെബീർ VH, ജോയിന്റ് സെക്രട്ടറിമാരായി തമ്പി അടിമാലി, സിബി സണ്ണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശൈല ജോസ്, ശരത് മോഹൻ, രാജു KS, സന്തോഷ് KS, സുരേഷ് VS, വിജി പ്രകാശ്, അജു ജോസഫ്, ജയേഷ് ശ്രീധരൻ, സുധീഷ് മോഹൻ, ഷാലി ജോസ് എന്നിവരടങ്ങുന്ന ഭാരവാഹികളാണ് 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.